നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? അതായത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സവിശേഷതകൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽസ് വിത്ത് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ലോ ഓഫ് കോൺട്രാക്ട്. എന്താണ് ജനറൽ പ്രിൻസിപ്പിൾ? അതായത് പൊതുവായ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. അതായത് ഇപ്പം ഒരു കോൺട്രാക്റ്റിൽ ആരൊക്കെ ഉണ്ടാകണം, അല്ലെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് ഇതിലാണ്, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. അടുത്ത എന്താ? ദ ലോ ഓഫ് കോൺട്രാക്ട് ഈസ് ടു എൻഷുർ ദ റിയലൈസേഷൻ. അതായത് ഒരു രണ്ട് പേഴ്സൺസ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അവർ പരസ്പരം എന്ത് ചെയ്യണം? കൊടുക്കുന്ന വാഗ്ദാനം അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രോമിസ് അത് എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. ഓക്കെ, അതായത് രണ്ട് വ്യക്തികൾ കരാറിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അവർ പരസ്പരം കൊടുക്കുന്ന പ്രോമിസ് എന്ത് ചെയ്യണം? ആ കൊടുത്ത പ്രോമിസ് അവർ പാലിച്ചിരിക്കണം. അത് പാലിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ലോയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പം എക്സെപ്ഷൻ നോക്കാം. അയാൾ വാക്ക് മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതും എന്താണ് ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അടുത്ത ടു എൻഷുർ ദ റിയലൈസേഷൻ ഓഫ് റീസണബിൾ എക്സ്പെക്ടേഷൻ ഓഫ് ദ പാർട്ടീസ് ഹു എൻറ്റേഴ്സ് ഇൻ ദ കോൺട്രാക്ട്. അതായത് റീസണബിൾ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിൽ ഒരാൾ ഏർപ്പെടുന്ന ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യണം? ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഓക്കെ, ആ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യണം? നടപ്പിലാക്കി കൊടുക്കണം. ഇപ്പം എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പണം കൊടുത്താൽ ഈ സാധനം കിട്ടും. അത് എൻ്റെ എക്സ്പെക്ടേഷനാണ്. മനസ്സിലായോ? ആ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ത് ചെയ്തിരിക്കണം? നിയമപരമായിട്ട് എന്ത് ചെയ്യണം? നടപ്പിലാക്കി തരണം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് എഗ്രിമെൻറ്റ്? വാട്ട് ഈസ് എഗ്രിമെൻറ്റ്? എന്താണ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ, ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന പ്രോമിസ്, അതിന് പകരമായി കിട്ടുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആൻ എഗ്രിമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 2 സബ് ക്ലോസ് ഇ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓക്കെ, ദാറ്റ് ഈസ് അതെന്താ? ആൻ എഗ്രിമെൻറ്റ് ഈസ് ഇക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. മനസ്സിലായോ? അതായത് ഓഫർ, അതായത് ഒരാൾ കൊടുക്കുന്ന പ്രോമിസ്, അത് പകരമായിട്ട് കിട്ടുന്ന അക്സെപ്റ്റൻസും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് എന്ത്? എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 3 എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്. 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം ഒരു കോൺട്രാക്റ്റ് നടക്കണമെങ്കിൽ, അല്ലേ? ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഒരു വ്യക്തിയെ കൊണ്ട് സ്വന്തമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്. അല്ലെങ്കിൽ ദർ മസ്റ്റ് ബി ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. അതായത് ഒരേ കാര്യത്തെക്കുറിച്ച് ഒരേ ഇതിലെന്ത് തന്നെ 2 പേരും ചിന്തിക്കണം. മനസ്സിലായോ? ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ ഒരേ അർത്ഥത്തിൽ തന്നെ എന്ത് വേണം? 2 പേരും ചിന്തിക്കണം. അതിന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പഠിക്കും. അതിന് കൺസെൻസസ് ആൻഡ് ഐഡം എന്ന് പറയും. അതായത് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരേ കാര്യത്തെക്കുറിച്ച് ഒരേ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യണം? 2 പേര് തമ്മിലാണ് കോൺട്രാക്ട് നടക്കുന്നത്. അപ്പോൾ 2 പേരും ഒരേ മൈൻഡ് ഓഫ് വ്യൂവിൽ തന്നെ എന്ത് ചെയ്യണം? ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അടുത്ത സെക്ഷൻ, അടുത്തതെന്താ? ദർ മസ്റ്റ് ബി ആൻ അക്സെപ്റ്റഡ് പ്രൊപ്പോസൽ. അതായത് അക്സെപ്റ്റഡ് പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾ മുന്നോട്ട് വെച്ച കാര്യം മറ്റൊരാൾക്ക് പൂർണ്ണ മനസ്സോടെ വേണം എന്ത് ചെയ്യാൻ? സമ്മതിക്കാൻ. മനസ്സിലായോ? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് രാഹുൽ കാർ വാങ്ങി, 5 ലക്ഷം രൂപയ്ക്കാണ് കാർ വാങ്ങിയത്. 5 ലക്ഷം രൂപയ്ക്ക് കാർ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു? നിതിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതെന്താണ്? അത് ഓഫറാണ്. നിതിൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ എന്തായി? അക്സെപ്റ്റൻസ് ആയി. ഈ കിട്ടുന്ന 5 lakhs എന്താണ്? കൺസിഡറേഷനാണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൺസെൻസസ് ആൻഡ് ഐഡം? ഓക്കെ, എന്താണ് കൺസെൻസസ് ആൻഡ് ഐഡം എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഓക്കെ, ഇത് നമുക്ക് ഡെഫിനിഷൻ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 3 ടേം ആക്കാം. അതായത് ഫസ്റ്റ് വൺ നോക്കിക്കോ. ദ എസെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് ദ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഓഫ് ദ പാർട്ടീസ്. അതായത് ഒരു എഗ്രിമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു എസെൻസ് എന്ന് പറയുന്നത് അതിലേർപ്പെടുന്ന ആളുകളുടെ മൈൻഡാണ്, അല്ലെങ്കിൽ ആ മനസ്സ് തമ്മിലുള്ള ഒത്തുചേരലാണ് അതിൻ്റെ മെയിൻ എസെൻസ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 പേരും ഒരേ കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ദാറ്റ് ഈസ്. പിന്നെന്താ പറയുന്നത്? ദർ മസ്റ്റ് ബി കൺസെൻസസ് ആൻഡ് ഐഡം. അതായത് ഈ മനസ്സ് തമ്മിൽ ഒത്തുചേർന്ന് പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ല. അതിനെ നമ്മൾ ലോ ടേമിൽ വിളിക്കുന്ന പേരാണെന്ത്? കൺസെൻസസ് ആൻഡ് ഐഡം. അതൊരു ലാറ്റിൻ വേർഡാണ്. ഓക്കെ,
This means the party of the agreement must have agreed about the subject matter of the agreement in the same sense and at the same time. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പം ആ കോൺട്രാക്റ്റിൻ്റെ വിഷയത്തെ, സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പം ആ കോൺട്രാക്റ്റിൻ്റെ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരേ സെൻസിൽ അല്ലെങ്കിൽ ഒരേ അർത്ഥത്തിലും ഒരേ ടൈമിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സമ്മതിച്ചിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ സെക്ഷൻ 30 ഇതിനെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പം എൻ്റെ കയ്യിലൊരു പഴയ ഫോണും ഒരു പുതിയ ഫോണും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാണ്, എൻ്റെ ഫോണ് 5000 രൂപയ്ക്ക് ഞാൻ തരാം, 5000 രൂപയ്ക്ക് തരാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്താ, പഴയ ഫോൺ തരാമെന്ന്. പക്ഷെ നിങ്ങളെന്താ വിചാരിച്ചത്, പുതിയ ഫോണാണ്. കാരണം ഞാൻ എൻ്റെ ഫോൺ 5000 രൂപയ്ക്ക് തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരേ കാര്യമല്ല ചിന്തിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അതെന്തല്ല, കൺസെൻസസ് ഇടം അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതൊരു കറക്റ്റായിട്ടുള്ള എഗ്രിമെൻ്റ് എന്താകില്ല, എഗ്രിമെൻ്റ് ആകില്ല. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ എ കോൺട്രാക്റ്റ്. ഓക്കെ, ഓർ ഡിഫൈൻ എ വാലിഡ് കോൺട്രാക്റ്റ്. എന്താണ് ഒരു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു വാലിഡ് കോൺട്രാക്റ്റ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ക്ലോസ് H, എ കോൺട്രാക്റ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് സെക്ഷൻ 2 ക്ലോസ് H നിയമപ്രകാരം അല്ലെങ്കിൽ ലോ ടേമിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ ലോഫുള്ളായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോൺട്രാക്റ്റ് എൻഫോഴ്സിബിൾ ആയില്ലെങ്കിൽ പോലും നമുക്ക് കോടതി എന്ത് ചെയ്യാൻ പറ്റണം, സമീപിക്കാൻ പറ്റണം. ഓക്കെ, അതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. അതായത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഒരു എഗ്രിമെൻറ്റ് വേണം. 2, അത് എൻഫോഴ്സിബിലിറ്റി ആയിരിക്കണം. എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുമ്പം, എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ എന്ന് പറയുമ്പം നിയമപരമായി അതെന്ത് ചെയ്യണം, നിലനിൽക്കുന്നതായിരിക്കണം. ഓക്കെ, അടുത്ത further, according to section 10, all agreements are contracts if they are made by the free consent of the parties competent to contract for a lawful consideration and with a lawful object and are not expressly declared to be void. ഓക്കെ, ഈ ഒരു ലൈനിൽ അതായത് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ 4 പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പ്രധാന നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. അതായത് നമ്മൾ ആരുടെയും ഭീഷണിയിലോ നിർബന്ധമോ ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് വേണം എന്ത് കോൺട്രാക്റ്റ് സമ്മതിക്കാൻ. ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് ആയിരിക്കണം. രണ്ടാമത്തേതാണ് കോമ്പിറ്റൻറ്റ് കോൺട്രാക്റ്റ്. അതായത് കരാറിൽ ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഏർപ്പെടുമ്പം നമ്മൾ യോഗ്യത ഉള്ളവരായിരിക്കണം. അതായത് നമ്മൾ പ്രായപൂർത്തിയായിരുന്നു, അതായത് മേജർ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ലുനാറ്റിക് പേഴ്സൺസ് ഒന്നും ആവില്ല, വയ്യാത്ത ആൾക്കാരൊന്നും ആവില്ല. നമ്മൾ മാനസിക ആരോഗ്യമുള്ളവരും ആയിരിക്കണം. ഓക്കെ, ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ. അടുത്തതാണ് ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ്. അതായത് നമ്മുടെ കോൺട്രാക്റ്റിലെ നമുക്ക് കിട്ടുന്ന പ്രതിഫലവും അല്ലെങ്കിൽ നമ്മുടെ എയിമും അതെന്തായിരിക്കണം, നമ്മൾ ലോഫുൾ കാര്യമായിരിക്കണം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മയക്കുമരുന്ന് കച്ചവടത്തിന് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ കരാർ എന്തില്ല വെക്കാൻ പറ്റത്തില്ല, അത് കരാർ വെക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ലോഫുള്ളായിട്ടുള്ള ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ലോഫുള്ളായിട്ടുള്ള കൺസിഡറേഷനോ അല്ല നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി അവോയ്ഡ്. ആ കരാർ എന്ത് ചെയ്യണം, ആ കരാർ നിയമം വഴി നിരോധിക്കപ്പെട്ട ഒന്നാകരുത്. മനസ്സിലായോ? ഇപ്പം എക്സാമ്പിൾ, നിങ്ങളൊരു സുഹൃത്തിന് ചായ കുടിക്കാൻ ക്ഷണിച്ചു. സുഹൃത്ത് വരാമെന്ന് ഏറ്റ്, ഓക്കെ, ഫ്രണ്ട് വരാമെന്ന് ഏറ്റ്. ഇതൊരെന്താണ്, എഗ്രിമെൻ്റാണ്. പക്ഷേ സുഹൃത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതൊരു കോൺട്രാക്റ്റ് അല്ല. എന്നാൽ നിങ്ങൾ ഒരാളിൽ നിന്ന് വീട് വാങ്ങാനിപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ എഴുതിയാൽ അത് ലംഘിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ പോകാം. അതാണ് എന്ത് ചെയ്യും, കോൺട്രാക്റ്റ്. ഓക്കെ, അതാണെന്ത് കോൺട്രാക്റ്റ്. മനസ്സിലായോ? വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.